അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇത് ആ പള്ളി എവിടെ എന്ന് ചോദിച്ച ആളുകൾക്കുള്ള മറുപടിയാണ്. ആ പള്ളി എവിടെയാണ് നിർമ്മിക്കുന്നത്? ആ പള്ളി എന്ന് പറയുന്ന ഒരു സംഭവം വരൂല, ജനങ്ങളെ പറ്റിച്ചതാണ്, വഞ്ചിച്ചതാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് കാലങ്ങളെ കാന്തിക ബലം കൊണ്ട് കണ്ടറിയുന്ന കാന്തപുരം ഉസ്താദിൻ്റെ കരങ്ങളാൽ നിർമ്മിതമാകുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കരങ്ങളാൽ നിർമ്മിതമാകുന്ന ഉസ്താദിൻ്റെ കഠിനാധ്വാനത്തിൽ ഇപ്പോൾ കൈതപ്പൊഴിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിതമാകുന്ന ഷഅറേ മുബാറക്ക് എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ഒരു പള്ളിയുടെ കർമ്മം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വളരെ മനോഹാരിത നിറയ്ക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 40 കോടി രൂപ പിരിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ച ആളുകൾക്കുള്ള മറുപടിയാണ് ഈ പള്ളി. 40 കോടി രൂപയുടെ ഷഅറേ മുബാറക്ക് മസ്ജിദ് നിങ്ങൾ കാണുന്ന രംഗങ്ങൾ ഇപ്പോൾ 40 കോടി രൂപയിൽ പണി കഴിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഖമറുൽ-ഉലമാ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ 40 കോടി രൂപയിൽ പണി നിർമ്മിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ഷഅറേ മുബാറക്ക് മസ്ജിദാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ചോദിച്ചു, പൈസ പിരിച്ചിട്ട് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ച ആളുകൾക്ക് ഒരു മറുപടിയെ പറയാനുള്ളൂ. നിങ്ങൾ സമ്പത്തും സമയവും ചെലവഴിച്ച് കൈതപ്പൊഴിയിൽ വരൂ, നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്താണ് ചെയ്യുന്നതെന്ന്. ഇത് വയനാട് നോളജ് സിറ്റിയാണ്. കൈതപ്പൊഴിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വയനാട് നോളജ് സിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തകർത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം വളരെ മനോഹാരിത നിറയ്ക്കുന്നതാണ്, വളരെ മനോഹാരിത നിറയ്ക്കുന്ന രംഗങ്ങളാണ്. മർക്കസിൻ്റെ ഓരോ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, വളരെ ഭംഗിയുള്ള, കണ്ടാൽ ആരും ഒന്ന് കൊതിച്ച് നിന്നു പോകുന്ന ഷഅറേ മുബാറക്കിൻ്റെ പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വിമർശകർക്ക് യഥാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ അവരുടെ സങ്കടങ്ങൾ എന്തുമാത്രമായിരിക്കുമെന്നാണ് ഇത്തരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്തായാലും അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഇത് കാണാൻ സാധിച്ചല്ലോ എന്നുള്ളത് ഒരു വലിയ തൗഫീഖായി ഞാൻ കാണുകയാണ്. അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. ഇത് മർക്കസിൻ്റെ കൈതപ്പൊഴിയിലുള്ള മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, മർക്കസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു വലിയ സംരംഭം. കൈതപ്പൊഴിയിൽ വന്നാൽ നേരിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ട് ഷഅറേ മുബാറക്കിൻ്റെ പള്ളി വളരെ മനോഹാരിത നിറയ്ക്കുന്ന പള്ളി. 40 കോടി രൂപയിൽ പണി കഴിക്കപ്പെടുന്ന വളരെ മനോഹാരിത, നമ്മുടെ ഹൃദയങ്ങളെല്ലാം വല്ലാതെ ആകർഷിച്ചു പോകുന്ന രീതിയിലുള്ള സംരംഭങ്ങളാണ് മർക്കസിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും. ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു മനസ്സ് നിറയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ്. പള്ളിയുടെ പണി വളരെ വേഗത്തിൽ ധൃതിയിൽ തന്നെ പണി കഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. നിങ്ങൾ കാണുന്നതെല്ലാം ഷഅറേ മുബാറക്ക് പള്ളിയുടെ ദൃശ്യങ്ങളാണ്. അൽഹംദുലില്ലാഹ്. മർക്കസിൻ്റെ അലിഫ് ഗ്ലോബൽ സ്കൂൾ അതെ, എന്ത് മനോഹാരിതയാണെന്നറിയോ? ഇതുപോലത്തെ ഒരു സമുച്ചയം ഞാൻ കണ്ടിട്ടില്ല, വേറെ എവിടെയും കണ്ടിട്ടില്ല. കുട്ടികൾക്കുള്ള പാർക്കിംഗ് സൗകര്യം, കുട്ടികൾക്കുള്ള പാർക്ക്, അതുപോലെ തന്നെ എന്തെല്ലാം സ്പെഷ്യാലിറ്റികളാണെന്നറിയോ ഈ മർക്കസിൻ്റെ ഓരോ സ്ഥലങ്ങളെടുത്ത് നോക്കുമ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റെതായ മഹത്വങ്ങളും ഓരോന്നിനും എന്തെല്ലാം എത്ര വർണ്ണിച്ചാലും മതി വരാൻ കഴിയാത്ത അത്രയ്ക്കും മനോഹാരിത നിറയ്ക്കുന്നതാണ് മർക്കസിൻ്റെ ഓരോ കാഴ്ചകളും. കാണാത്ത ആളുകൾ നിർബന്ധമായും വന്ന് കാണേണ്ടത്. ഇവിടെ ഇപ്പോൾ വിസിറ്റേഴ്സ് ധാരാളം ആളുകൾ ദിനം പ്രതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുമ്പ് വിസിറ്റേഴ്സിനെ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വിസിറ്റേഴ്സിനെയൊക്കെ അനുവദിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും, അതായത്
ഇതിൻ്റെ യഥാർത്ഥ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി ആളുകളെയൊക്കെ വളരെ നല്ല രീതിയിൽ ഇവിടെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കരങ്ങളാൽ നിർമ്മിതമാകുന്ന ഷെയറെ മുബാറക്ക് മസ്ജിദ് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കാണാൻ ലഭിച്ചു എന്നുള്ളത് വളരെ ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. കണ്ടില്ലേ, അലിഫ് ഗ്ലോബൽ സ്കൂള് വയനാട് കൈതപ്പൊഴിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മർക്കസ് നോളജ് സിറ്റി ഉള്ളത്. അൽഹംദുലില്ലാ അവിടത്തേക്ക് വരാനും ഷെയറെ മുബാറക്ക് പള്ളിയാണ്. മനസ്സിന് തന്നെ ഒരു കുളിർമ തോന്നുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട കാലങ്ങളെ കാന്തികബലം കൊണ്ട് കണ്ടറിയുന്ന കാന്തപുരം ഉസ്താദിൻ്റെ കരങ്ങളാൽ നിർമ്മിതമാകുന്ന അൽഹംദുലില്ലാ പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പള്ളി എവിടെ എന്ന് ചോദിച്ച ആളുകൾക്കുള്ള മറുപടിയാണിത്. 40 കോടി രൂപ പിരിച്ച് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, വരൂ നിങ്ങൾ കൈതപ്പൊഴിയിൽ വരൂ, 40 കോടി രൂപയുടെ പള്ളിക്ക് വേണ്ടി പിരിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് ഈ കൈതപ്പൊഴിയിൽ വന്നിട്ട് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് കാന്തപുരം ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നവർക്ക് കൈതപ്പൊഴിയിൽ വന്നാൽ അതിനുള്ള കൃത്യമായ മറുപടി നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുമെന്ന് ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ്. ആ പള്ളി എവിടെ, 5 സെൻറ്റ് സ്ഥലം പോലും അതിന് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച ആളുകൾ, കോര പ്രസംഗിച്ച് നടന്ന ആളുകൾ കൈതപ്പൊഴിയിൽ നേരിട്ട് വന്ന് കണ്ട ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അത് സോഷ്യൽ മീഡിയയിലെ ജനങ്ങൾ മനസ്സിലാക്കണം. എന്ത് മൈക്ക് കിട്ടിയാൽ എന്തും പ്രസംഗിക്കുമെന്ന് പറയുന്ന ആളുകൾ അത് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ വിമർശകർ ഈ പള്ളി കാണണം, എന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്തു, എന്ത് പ്രവർത്തനങ്ങളാണ് ഉസ്താദ് ചെയ്തതെന്ന് ഈ കൈതപ്പൊഴിയിൽ വന്നിട്ട് മനസ്സിലാക്കണം. മറ്റു ഒരു സംഘടനയ്ക്കും പകരം വെക്കാനില്ലാത്ത, മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത അത്രയ്ക്കും വലിയ ബൃഹത്തായ പ്രവർത്തനങ്ങളാണ് കൈതപ്പൊഴിയിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, മർക്കസിൻ്റെ നേതൃത്വത്തിൽ, ചരിത്രം ഉമ്മ വെച്ചുറങ്ങുന്ന വയനാടിൻ്റെ മണ്ണിൽ അൽഹംദുലില്ലാ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്കും മനോഹാരിത നിറയ്ക്കുന്ന കാഴ്ചകളാണ്. പള്ളിയുടെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പുറത്ത് മലകൾ കൊണ്ടിങ്ങനെ മഞ്ഞുകൾ കൊണ്ട് മൂടി നിൽക്കുന്ന വയനാടിൻ്റെ ചാരത്ത് തന്നെ ഉസ്താദിൻ്റെ ഈ പള്ളി വരിക എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി തന്നെ അതിൻ്റെ ഒരു ശോഭയാണ്. വയനാട്ടിൽ വന്ന ആളുകൾക്കറിയാം, വയനാടിൻ്റെ ഒരു ഏറ്റവും നല്ല പ്രകൃതിദത്തമായ സ്ഥലത്ത് തന്നെ കാന്തപുരം ഉസ്താദിന് ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ വീക്ഷണം ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്തി പോവുകയാണ്. ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ വിലയിരുത്തപ്പെട്ടു പോവുകയാണ്. ദീർഘവീക്ഷണമുള്ള കാന്തപുരം ഉസ്താദ് അൽഹംദുലില്ലാ അന്ന് ഈ വസ്തു വാങ്ങിച്ചപ്പോൾ ഇവിടെ ചെളിക്കുഴിയിൽ വന്ന് ഇത്രയും വസ്തു വാങ്ങിച്ചെന്ന് പല ആളുകളും വിമർശിക്കപ്പെട്ടെങ്കിൽ ആ ചെളിക്കുഴിയിലാണ് ഈ 40 കോടി രൂപയുടെ പള്ളി വന്ന് കണ്ടു നോക്ക്. അന്ന് ഉസ്താദിനെ വിമർശിച്ച ആളുകളൊക്കെ ഇന്ന് ഇത് കണ്ട് സത്യം പറഞ്ഞാൽ മനം പൊട്ടി മനം നൊന്ത് മരിക്കുന്നുണ്ടായിരിക്കും. എത്ര വിസിറ്റേഴ്സുകളാണ്, ആ കാറിലൊക്കെ പോകുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര വിസിറ്റേഴ്സുകൾ ഇങ്ങനെ ധാരാളമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ എത്രയോ ആളുകൾ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, നീ ദീർഘായുസ് കൊടുക്കണം അല്ലാ. ഖമറുൽ ഉലമയ്ക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദിന് നീ എല്ലാവിധ സിഹത്തും ഏറ്റി കൊടുക്കണം റഹ്മാനെ. ഓരോ ആളുകളും കാന്തപുരം ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളെ ഉറ്റുനോക്കുകയാണ്. വിമർശകർക്ക് വിമർശിക്കാം, പക്ഷേ ശൈഖുനയ്ക്ക് വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ സമയമില്ല. കാരണം ശൈഖുന കാന്തപുരം ഉസ്താദ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. വിമർശകർക്ക് മറുപടി കൊടുത്താൽ അതിനെ ഉസ്താദിന് സമയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വിമർശനങ്ങൾക്ക് വിട. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ കൈതപ്പൊഴിയിൽ എന്ന് പറയുന്ന മഹത്തായ ബൃഹത്തായ സ്ഥലത്ത് വന്നാൽ നമുക്ക് നേരിട്ട് കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കാമെന്ന് പ്രിയ സഹോദരങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മുടെ മനസ്സിന് കുളിർമയുണ്ടാകുന്ന കാഴ്ചകൾ കൈതപ്പൊഴിയിൽ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥലത്ത് വന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ഷെയറെ മുബാറക്ക് മസ്ജിദ് 40 കോടി രൂപ പിരിച്ച് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, വരൂ നിങ്ങൾ കൈതപ്പൊഴിയിൽ വരൂ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിയൂ. ഷെയറെ മുബാറക്ക് മസ്ജിദിലെത്തുവാൻ
നാദാ തുണച്ചിടണേ പരിശുദ്ധ തിരുകേശം കാണുവാൻ തൗഫീക്ക് ഏകിടണേ ഷെറേ മുബാറക്ക് മസ്ജിദിലെത്തുവാൻ നാദാ തുണച്ചിടണേ പരിശുദ്ധ തിരുകേശം കാണുവാൻ തൗഫീക്ക് ഏകിടണേ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോകാൻ സമയമായി. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾ പരമാവധി അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം എൻ്റെ പരമാവധി എൻ്റെ ഫ്രണ്ട്സുകൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഉസ്താദിനെ വിമർശിക്കുന്ന ആളുകൾ ഇത് കാണണം. ആ പാവപ്പെട്ട മനുഷ്യൻ രാവും പകലും എന്തുമാത്രം കഠിനാധ്വാനമാണ് ചെയ്യുന്നത് എന്ന് ഈ മർക്കസിൻ്റെ നോളജ് സിറ്റിയിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രാപ്പകലുകളില്ലാതെ കഷ്ടപ്പെടുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ്റെ പ്രവർത്തനത്തെ നിങ്ങൾ തിരിച്ചറിയണം. വിമർശിക്കുന്നവർ എന്തിനു വിമർശിക്കണം? ആ പാവപ്പെട്ടവൻ രാപ്പകലില്ലാതെ കിടന്ന് ഓടുകയാണ്. അത് ദീനിൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി വിമർശിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്, ഈ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ നല്ലത് എന്ന് മാത്രം ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.